ശശി തരൂർ കോൺഗ്രസ് വിടുമോ? കുറേ കാലമായിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ കോൺഗ്രസ് വിടുമോ എന്നുള്ള ചോദ്യം നിൽക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹം 2024 വന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഒരിക്കൽ കൂടി മത്സരിച്ച് വിജയിച്ചു പോവുകയും ചെയ്തു. ഇക്കുറി അദ്ദേഹം പറയുകയുണ്ടായി, ഞാനിത് ഇനിയും മത്സരിക്കുന്നില്ല, ഇത് അവസാനത്തെ മത്സരമാണ്. അതാ നല്ലതും. ഈ ശശി തരൂര് മണ്ഡലത്തെ വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തിന് ഒന്നും നേടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടുമില്ല. അത് പക്ഷെ തരൂരിനത് പരാജയപ്പെടുത്തുന്നില്ല ജനം. നഗര കേന്ദ്രീകൃതമായിട്ടുള്ള പരിഷ്കൃത സമൂഹത്തിൻ്റെ വോട്ട് മുഴുവൻ തരൂരിന് എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. തരൂരിനൊരു വലിയ പരിവേഷമുണ്ട്. വിശ്വപൗരനാണെന്നും, പിന്നെ നമ്മുടെ പെരുന്നയിലെ പോപ്പ് പറയുന്നത് പോലെ ഡൽഹിയിലെ നായരാണെന്നും, കറകളഞ്ഞ നായരാണെന്നും, ചെവി പൂടെയുള്ള നായരാണെന്നും ഒക്കെയാണ് പെരുന്നയിലെ പോപ്പ് കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ്. അപ്പോൾ നായന്മാർ മുഴുവൻ തരൂരിൻ്റെ പിന്നിൽ അങ്ങനെ അണിനിരക്കും. ആ വോട്ടും ഒക്കെ കൂടെ ഉള്ളത് കൊണ്ടാണ് തരൂര് 4ാം തവണയും വിജയശ്രീലാളിതനായി പോയിരിക്കുന്നത്. ഇനിയപ്പോൾ ഏതായാലും അദ്ദേഹം ഇല്ല. അദ്ദേഹം ഇനിയും വരുന്നത് വേറൊരു രൂപത്തിലായിരിക്കും. BJP-യിലേക്ക് പോകുമോ? ഇതാണ് കുറേ നാളായിട്ട് പിന്നെയും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം. ഈ സമീപകാലത്ത് നമ്മുടെ പ്രധാനമന്ത്രിയെ വാനോളം വാഴ്ത്തുന്നുണ്ട്. പ്രധാനമന്ത്രിയും ട്രംപും നടത്തിയ കൂടിക്കാഴ്ച അത് ഗംഭീരമാണ്, അത് വേണ്ടതാണ്. അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും പാകിസ്ഥാൻ നടത്തിയ ഭീകരാക്രമണത്തെക്കുറിച്ചും ഒക്കെ നമ്മുടെ രാജ്യസ്നേഹി എന്നുള്ള രീതിയിൽ BJP-ക്കാർക്ക് പോലും ഇല്ലാത്ത തരത്തിലുള്ള രാജ്യസ്നേഹമാണ് ശശി തരൂരിൽ നിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നരേന്ദ്രമോദി അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു സംഘത്തെ അങ്ങോട്ട് അയച്ചിരിക്കുന്നതിൻ്റെ തലവനായിട്ട് നിയോഗിച്ചത്. എന്തായാലും നന്നായി സംസാരിക്കാൻ അറിയാമല്ലോ. അദ്ദേഹത്തിന് അനർഗളമായിട്ടിങ്ങനെ ഒഴുകും ഭാഷ, വേഷവിധാനവും, പിന്നെ വലിയ എഴുത്തുകാരനും ഒക്കെയാണല്ലോ. അദ്ദേഹത്തിന് വിദേശ സർവകലാശാലകളിലൊക്കെ പ്രഭാഷണം നടത്തുന്നതിന് തന്നെ ലക്ഷക്കണക്കിന് രൂപയാണ് കൈപ്പറ്റുന്നത്. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടും ഒരു വലിയ പ്രൊഫൈലുള്ള ആളാണ് ശശി തരൂർ. ശശി തരൂരിന് ഒരിക്കലും കോൺഗ്രസിൻ്റെ ഒരു മേൽവിലാസത്തിൽ നിൽക്കണമെന്നില്ല. അദ്ദേഹത്തിന് അല്ലാതെ തന്നെ വിശ്വപൗരൻ എന്നുള്ള ഒരു പട്ടം ചാർത്തി കൊടുത്തിട്ടുള്ള മേൽവിലാസമുണ്ട്. അതിലൂടെയാണ് മുമ്പോട്ട് പോകുന്നത്. അങ്ങനെയുള്ള തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും അദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ട്, കോൺഗ്രസ്സുകാരുടെ കൂടെ നിന്നാൽ ഇനിയും ഗുണം പിടിക്കാൻ പോകുന്നില്ല. ആ ഇല്ലം ക്ഷയിക്കുകയാണ്, ഗതിയില്ലാതായി തീരുകയാണ്. അപ്പോൾ BJP-യോട് കൂടുതൽ ചേർന്ന് നിൽക്കുക. BJP-യും അദ്ദേഹത്തെ കൂടുതൽ ചേർത്ത് നിർത്തുന്നുണ്ട്. അങ്ങനെ BJP-യോടൊപ്പം കൂടുതൽ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ പല പ്രധാനപ്പെട്ട രാഷ്ട്രത്തിൻ്റെ ചില പ്രധാന വകുപ്പുകളിലേക്ക് അങ്ങ് മാറാം. അദ്ദേഹത്തിന് വയസ്സ് 69 2027 പിന്നെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി സ്ഥാനം ഒഴിയും. ആ സ്ഥാനത്തേക്ക് BJP ഇദ്ദേഹത്തെ നിയമിക്കും എന്നാണ് അറിയുന്നത്. അത്തരത്തിലുള്ള ഡീലൊക്കെ നടന്നിട്ടുണ്ട്. ആയിക്കൊള്ളട്ടെ, നല്ലത് തന്നെ. ഡോക്ടർ ശശി തരൂർ എന്ന വിശ്വപൗരൻ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാകുന്നു എന്നുള്ളത് മലയാളിക്കും സന്തോഷിക്കാം. നമ്മുടെ പണ്ടല്ല, നമ്മുടെ AK ആൻ്റണിയെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാകണമെന്നൊക്കെ ആഗ്രഹിച്ച ആളാണ്. കോൺഗ്രസ് ഭരണം തുടർന്നിരുന്നുവെങ്കിൽ, കോൺഗ്രസിൻ്റെ ഭരണവും തുടർന്നില്ല. അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളെല്ലാം പൊലിയുകയും ചെയ്തു. അദ്ദേഹം നേരെ വണ്ടി കയറി ഇപ്പോൾ വന്ന് തിരുവനന്തപുരത്ത് താമസിക്കുന്നുണ്ട്. KPCC ഓഫീസിൽ പോയിരിക്കും. മാർക്സിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ പ്രസ്താവനകളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഉള്ളു ഇപ്പോൾ AK ആൻ്റണിയുടെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ മലയാളി നമുക്ക് KR നാരായണൻ ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്നിട്ടുണ്ട്. ആ നിരയിലേക്ക് നമ്മുടെ ശശി തരൂരും വരട്ടെ, നല്ലത് തന്നെ.
അപ്പോൾ ഇതിലൂടെ സംഭവിക്കാൻ പോകുന്നത് തരൂർ അപ്പോൾ MP സ്ഥാനം രാജിവെക്കണം. തിരുവനന്തപുരത്തിന് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് വഴിതെളിക്കുകയും ചെയ്യും. അത് BJP നോട്ടമിട്ടിരിക്കുന്നതാണ് ഈ തിരുവനന്തപുരം മണ്ഡലം. തിരുവനന്തപുരം പിടിച്ചാൽ മിക്കവാറും എനിക്ക് തോന്നുന്നു കേരളം മുഴുവൻ BJP പിടിക്കാനായിട്ട് തയ്യാറെടുത്തു എന്നാണ് അർത്ഥം. ഈ കേരളം ഭരിക്കുന്നത് എപ്പോഴും പറയാറുണ്ട്, തിരുവനന്തപുരവും കൊല്ലവും ആരാണോ പിടിക്കുന്നത് അവരായിരിക്കും കേരളം ഭരിക്കുന്നത്. അത് ശരിയായിട്ടുണ്ട്. LDF ഭരിക്കുന്ന സമയത്ത് ഇപ്പോൾ തന്നെ കൊല്ലവും പിന്നെ തിരുവനന്തപുരവും മുഴുവൻ LDF ആണ് പിടിച്ചെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഒരു സീറ്റ് മാത്രമല്ലേ ഉള്ളൂ, കോവളം മാത്രം. അത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. BJPക്കാരെ A ക്ലാസ് മണ്ഡലം ആക്കി നിർത്തിയിരിക്കുന്ന ഒന്നാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് അവർക്ക് ജയിക്കുക എന്നുള്ളത് വലിയ അഭിമാന പോരാട്ടം തന്നെയാണ്. കഴിഞ്ഞ തവണ തരൂരിനെ തോൽപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണ് തരൂരിനോട് കിടപിടിക്കത്തക്ക തരത്തിലുള്ള രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കിയത്. ഇനിയിപ്പോൾ തരൂർ കോൺഗ്രസ് വിട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ, ഉപതെരഞ്ഞെടുപ്പിലേക്കും പോവുകയാണെങ്കിൽ കോൺഗ്രസ് ആരെ നിർത്തുമെന്ന് ചോദിച്ചാൽ ശശി തരൂരിൻ്റെ ലെവലിലുള്ള ഒരാളെ കൊണ്ടൊന്നും നിർത്താനായിട്ട് കോൺഗ്രസ്സിൽ ആരും ഇല്ല. ശശി തരൂരിന് മുകളിലുള്ള ആളുമില്ല. ശശി തരൂരിനേക്കാളൊക്കെ വളരെ വളരെ താഴെ നിൽക്കുന്നവരേ ഉള്ളൂ. പഴയ പരമ്പരാഗത ശൈലിയിലുള്ള കോൺഗ്രസ്സുകാർ മാത്രമേ ഉള്ളൂ. കക്ഷത്തിൽ ഡയറി ഇടുക്കി കതർ വിട്ട് മസിലും പെരുപ്പിച്ച് നടക്കുന്ന കോൺഗ്രസ്സുകാരേ ഉള്ളൂ, അല്ലാതെ ആരുമില്ല. അപ്പോൾ അത് കോൺഗ്രസ്സുകാർ നേരിടാൻ പോകുന്ന വലിയൊരു വെല്ലുവിളിയായിരിക്കും. തിരുവനന്തപുരത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇവർക്ക് ഇല്ലാതെ വരും. കോൺഗ്രസ്സുകാരെന്തായാലും ഇനിയിപ്പോൾ തിരുവനന്തപുരം മണ്ഡലം കിട്ടുമെന്നുള്ള പ്രതീക്ഷയും വേണ്ട. 2024 തെരഞ്ഞെടുപ്പിൽ വെറും 15,000 വോട്ടിന് മാത്രമാണ് രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടത്. രാജീവ് ചന്ദ്രശേഖരൻ്റെ നീക്കം അത്തരത്തിലുള്ളതായിരുന്നു. നമ്മൾ പലപ്പോഴും പറയുകയുണ്ടായി, ഒരു വർഷത്തിന് മുന്നേ രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങിയിരുന്നുവെങ്കിൽ ഈ മണ്ഡലം പിടിക്കാമായിരുന്നു. കാരണം തിരുവനന്തപുരത്ത് ഈ തീരദേശ മേഖലകളിലുള്ളവർക്കൊക്കെ രാജീവ് ചന്ദ്രശേഖരനെ ഒന്ന് പരിചിതമായി വരണമായിരുന്നു. പല പദ്ധതികളും രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെച്ചു. രാജീവ് ചന്ദ്രശേഖർ തോറ്റിട്ടും ഈ മണ്ഡലം വിട്ടൊന്നും പോയില്ല. അദ്ദേഹത്തിന് BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവന്നത് വേറൊന്നും കണ്ടുകൊണ്ടല്ല, തിരുവനന്തപുരം മാത്രം പിടിക്കുക എന്നുള്ളതല്ല, കേരളം പിടിക്കുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു വർക്കൗട്ടാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. ആ തരത്തിലാണ് രാജീവ് ഹോംവർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. BJP കേരളത്തിൽ പലപ്പോഴും ഗുണം പിടിക്കില്ല എന്നൊക്കെ പലരും പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അതിനൊരു മാറ്റം ഉണ്ടായിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ മുമ്പോട്ട് വന്നു. എങ്ങനെ ഏതെല്ലാം തരത്തിൽ ഏതെല്ലാം ന്യൂനപക്ഷ വിഭാഗത്തെ BJPയോടൊപ്പം ചേർത്ത് നിർത്താം എന്നൊക്കെയാണ് നോക്കുന്നത്. അങ്ങനെ ചേർത്ത് നിർത്തുമ്പോൾ ആ ചേർത്ത് നിർത്തുന്നവരുടെ വിഭാഗത്തിൽ നിന്നും സ്ഥാനാർത്ഥികളെ ഇറക്കുക, അതിനുവേണ്ടി പ്രത്യേകം മാറ്റിവെച്ചു. 20 നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രധാനമായിട്ടും വിജയിക്കും എന്നുള്ള പ്രവർത്തനം 20 ഇടങ്ങളിൽ പ്രതീക്ഷയോടുകൂടി തന്നെ നിൽക്കുന്നു. പിന്നെ മറ്റു പാർട്ടികളൊക്കെ മാറി വരുന്നവരുണ്ട്. അവരുടെ ഒരു സ്വീകാര്യതയും വിശ്വാസ്യതയും കണക്കിലെടുത്ത് അവർക്ക് ഒരു 20 സീറ്റ്, മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ളവരെയും പരിഗണിച്ചുകൊണ്ട് അവർക്കും സീറ്റ്, ഇതൊക്കെ ഓരോ ക്ലാസ്സായിട്ട് തിരിച്ചുകൊണ്ടായിരിക്കും രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോവുക. അതിനു മുമ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും വരുന്നുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തന രീതികളുമായിട്ടാണ് പോകുന്നത്. പല പഞ്ചായത്തുകളും പിടിച്ചെടുക്കുക എന്നുള്ളതാണ് BJPയുടെ ഉന്നം. അതുപോലെ തന്നെ പല നഗരസഭകളും മുനിസിപ്പാലിറ്റികളും, ഇതൊക്കെ 26 തെരഞ്ഞെടുപ്പിനുള്ള പ്രധാനമായിട്ടുള്ള ചവിട്ടുപടി തന്നെ ആയിരിക്കും എന്നാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ വളരെ മോദി അമിത്ഷാ തന്ത്രം വളരെ കരുതലോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടുവന്ന് തരൂരിനെ ഇങ്ങോട്ടേക്ക് ചേർത്ത് നിർത്തി തിരുവനന്തപുരത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള വഴി ഒരുക്കുക, കള ഒരുക്കുക, കേരളത്തിൽ കളം നിറയാൻ വേണ്ടിയുള്ള ശ്രമമാണ് BJP നടത്താൻ പോകുന്നത്.